സുമതിയുടെ വിളയാട്ടം. സുമതി വളവ് എന്ന സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഇന്നാണ് റിലീസായത്. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. കാരണം കുറേ സീനുകളൊക്കെ വളരെ നിലവാരമില്ലാതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പണ്ട് സിനിമകളിൽ കണ്ട ഗ്രാഫിക്സുകളൊക്കെയാണ് കൂടുതൽ അതിനകത്ത്. ഗ്രാഫിക്സ് ഒന്നും വളരെ ക്വാളിറ്റി ഇല്ലാത്തൊരു രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ മോശമില്ല. ഒരു ആവറേജ് സിനിമയുടെ അനുഭവമാണ് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നിയത്. നിങ്ങൾക്ക് പഴയ ഇന്ദ്രിയമൊക്കെ ഉണ്ടല്ലോ, വാണി വിശ്വനാഥൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ സിനിമയുടെ നിലവാരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ കാണുമ്പോൾ, അന്ന് കാണുമ്പോൾ അതൊരു ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു, എല്ലാവർക്കും പേടിയൊക്കെ വരുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സിനിമ കാണുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടോ അതേപോലെ ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്യാവശ്യം ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ വലിയ മാരകമായ സീനുകളൊന്നുമില്ല. നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് ഹൊറർ മൂവികളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അതും പ്രതീക്ഷിച്ച് നിങ്ങൾ ദയവേത് തിയേറ്ററിൽ പോകരുത്. കാരണം അത്രയ്ക്കുള്ളതൊന്നും ഇല്ല. നമുക്കൊരു സാധാരണ മൂവി പ്രതീക്ഷിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. അതിനു മേലെ നിങ്ങളൊരു എക്സ്പെക്റ്റേഷനുമായിട്ട് തിയേറ്ററിൽ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു ഒപ്പീനിയൻ. അഭിലാഷ് പിള്ള, മാളികപ്പുറം സിനിമയുടെ കഥ എഴുതിയ അഭിലാഷ് പിള്ളയാണ് ഈ സിനിമയുടെ കഥ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിഷ്ണു ശശിശങ്കറാണ്. അതുപോലെ ഗോകുലം മൂവീസ്, അതുപോലെ വേണു കുന്നുംപുറത്ത് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഗോകുലം ഗോപാലനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൂവിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതുപോലെ ട്രെയിലർ കണ്ടപ്പോഴൊക്കെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഗ്രാഫിക്സ് വർക്കുകളൊന്നും അത്ര വലിയ ക്വാളിറ്റി ഒന്നും പുലർത്തിയിട്ടില്ല. വളരെ ശോകമായിരുന്നു മിക്കയിടങ്ങളിലും ഈ ഗ്രാഫിക്സ് വർക്കുകളൊക്കെ ചെയ്ത്. എല്ലാം സഹിക്കാം. ഈ സിനിമയിൽ പുട്ടിന് പീര പോലെ ഒരുപാട് പാട്ടുകൾ, എന്തിനാണ് ഈ പാട്ടുകൾ ഇങ്ങനെ തിരികെ കയറ്റിയത് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. വളരെ ക്രിഞ്ചായിട്ടുള്ള പാട്ടുകളാണ് കേട്ടോ എല്ലാം. നമ്മുടെ അർജുൻ അശോകൻ, അതുപോലെ നമ്മുടെ മാളവിക മനോജൊക്കെയാണ് ഈ പാട്ട് സീനിൽ കൂടുതലായിട്ട് വരുന്നത്. ഒരു സിനിമ ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത പാട്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് അടുത്ത പാട്ട്, ഇങ്ങനെ പാട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെ ഭയങ്കര ആ സിനിമയുടെ ആ ഒരു ആസ്വാദന മൂഡ് നശിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഹൊറർ റിലേറ്റഡ് ആയിട്ടുള്ള സീനൊക്കെ വരുന്നത് ആണെങ്കിൽ നിങ്ങളൊരു ഇംഗ്ലീഷ് സിനിമ, ഹൊറർ ഇംഗ്ലീഷ് കൈൻഡ് ഓഫ് മൂവീസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് ആ എക്സ്പെക്റ്റേഷനോട് കൂടി നിങ്ങൾ തിയേറ്ററിൽ പോകരുത്. അത്രയ്ക്കൊന്നുമില്ല. ഒരു സാധാരണ സിനിമ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വലിയ പേടിപ്പെടുത്തുന്ന സീനുകളൊന്നുമില്ല. ഇൻ്റർവെല്ലിൽ അടുക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു 10 മിനിറ്റ് സീനുണ്ട് കാടിനുള്ളിലെ. ആ സീനൊക്കെ അത്യാവശ്യം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫും വലിയ പ്രശ്നമില്ല. സെക്കൻഡ് ഹാഫും നമുക്ക് അതുപോലെ തന്നെ ക്ലൈമാക്സ് ഒക്കെ വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടെയാണ്. അത്രയ്ക്ക് വലിയ വാവ് ഫാക്ടർ ഒന്നുമില്ല. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ ഒരുപാട് ആർട്ട് വർക്ക് സെറ്റൊക്കെ ഇടേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. പക്ഷേ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഈ സെറ്റിട്ടതും ആർട്ട് വർക്ക് ചെയ്തൊക്കെ പാളിപ്പോയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് അത്ര വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എങ്കിലും മൂവി നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് ഫീൽ അത്രത്തോളം നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ. അതുപോലെ നമ്മുടെ അർജുൻ അശോകൻ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു റേഞ്ചിലുള്ള ആക്ടിങ് വന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കൊടുത്ത വേഷം അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈജു കുറുപ്പ് വലിയ കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. ബാലു വർഗീസിനും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ശിവദ ചെറിയ കുറച്ച് സീനേ ഉള്ളൂ. അത്യാവശ്യം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ദേവനന്ദയുണ്ട്, നമ്മുടെ മാളികപ്പുറത്തെ പെൺകുട്ടിയുടെ വേഷം ചെയ്ത് ആ കുട്ടി അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് ഉണ്ട്, നമ്മുടെ സുരേഷ് ഗോപിയുടെ മോനായിട്ടുള്ള ഗോകുൽ സുരേഷ് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീനിൽ കാണുമ്പോൾ പഴയ സുരേഷ് ഗോപിയുടെ ആ ഒരു ഓറൊക്കെ ഉണ്ട്, കറക്റ്റ് ഏകദേശം അതുപോലെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ച ബാലതാരമായിട്ട് അഭിനയിച്ച ആൺകുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. ആ കുട്ടി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ രംഗങ്ങളൊക്കെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മൊത്തം നോക്കുവാണെങ്കിൽ മൂവി കുഴപ്പമില്ല. ഈ പാട്ട് എന്നുള്ള ക്രിഞ്ച് പരിപാടി, പുട്ടിന് വീര പോലെ വരുന്ന ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പടം അത്യാവശ്യം നന്നായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അത്ര വാവ് ഫാക്ടർ ഒന്നും പറയാനില്ല, അത്യാവശ്യം കൊള്ളാം പടം. പിന്നെ അതുപോലെ തന്നെ 16+ ആണ് മൂവി വരുന്നത്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകുമ്പം പേരൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അത്യാവശ്യം കുറച്ച് വയലൻസ് ആയിട്ടുള്ള രംഗങ്ങളും അത്യാവശ്യം പേടിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് 16+ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുമായിട്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. രഞ്ജിൻ രാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വളരെ ശോകമാണ് കേട്ടോ അത്യാവശ്യം എല്ലാ പാട്ടുകളും. അതുപോലെ തന്നെ ഷഫീഖ് മുഹമ്മദ് അലിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വൃത്തിക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാട്ടിലുള്ള സീനുകളൊക്കെ അത്യാവശ്യം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ആവറേജ് സിനിമ അനുഭവം ഇത് നൽകും.
അല്ലാതെ സുമതിയുടെ അന്യായ പ്രകടനമോ അല്ലെ സുമതി വന്ന് നിങ്ങളെ പിടിച്ചു കൊല്ലാൻ പോകുന്ന ഒരു സസ്പെൻസോ അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന സീനോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച പോലെ ഒരു നോർമൽ മൂവിക്ക് പോവുക, വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെടും.